ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്ക് നടക്കാനിറങ്ങി. അപ്പം ആ കാത്തുവിൻ്റെയും പൊന്നുവിൻ്റെയും വീട്ടിലെ അമ്മയെ കണ്ടിരുന്നു. അപ്പോൾ ഇവളോട് ചോദിക്കുന്നുണ്ട്, കാത്തു എന്തേ പൊന്നു എന്തേ? അപ്പം കാത്തു എന്തെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും കാത്തു പോയി എന്ന് പറയും. പക്ഷെ പൊന്നുവിന് എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഉവ്വാന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അതിങ്ങനെ പറയും. അപ്പം അങ്ങനെ ഇന്ന് വൈകുന്നേരം ഞങ്ങളിങ്ങനെ നടക്കാനിറങ്ങി. അപ്പം പിള്ളേർ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും. ദൂരം മാറിയേ നിൽക്കുള്ളൂ. കാരണം ഈ ബോൾ എങ്ങനെയായിരിക്കും, ഏത് രീതിയിലായിരിക്കും വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. നല്ല ഹെവി ആയിട്ടുള്ള ബോളും കൂടെ ആണല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പം അതിൽ അധികം പ്രായമുള്ള പിള്ളേരൊന്നും അല്ല, ഒരു 5ാം ക്ലാസ് തൊട്ടൊക്കെ ഉള്ള കുട്ടികളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അതിലും വലിയ കുട്ടികളുമുണ്ട്. 10ലും ഒക്കെ പഠിക്കുന്ന 10ൽ പഠിക്കുന്ന പിള്ളേരുണ്ടെന്ന് തോന്നുന്നു, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, അറിയില്ല. അപ്പം ഞാനപ്പം ഇങ്ങനെ ചോദിച്ചു, ഇത് എക്സാം ടൈം അല്ലേ, ഞങ്ങൾക്കിനി ഇപ്പം ഇല്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പം ഇവരുടെ 10ൻ്റെയും +2ൻ്റെയും പരീക്ഷ കഴിഞ്ഞിട്ടേ ഇനി ബാക്കിയുള്ളത് ഇവർക്ക് കാണുകയുള്ളൂ, അതായിരിക്കും. അപ്പം വലിയ പിള്ളേരും ഉണ്ടായിരുന്നു. അതിനെയും 10ആണോ +1 ആണോ ഒന്നും അറിയില്ല, അതെന്തോലും ആയിക്കോട്ടെ. അപ്പം ഞങ്ങളവിടെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരാൾ മാറി നിന്ന് വിഷമിച്ചിരിക്കുന്നു, ദേഷ്യപ്പെടുന്നു. മറ്റുള്ളവരൊക്കെ വന്ന് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഇച്ചിരി വാശിക്കാരനാണ്, കണ്ടിട്ട് ഒന്നും സമ്മതിക്കാതിരിക്കുന്നു. അപ്പം ഇവരുടെ കളി നടക്കുന്നില്ല, ഈ ആൾ വരാത്തതുകൊണ്ട് കളി നടക്കുന്നില്ല. അപ്പം എല്ലാവരും കൂടെ വന്നിട്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ പുള്ളി അമ്പിനും വില്ലിനും അടുക്കത്തില്ല. അപ്പം ഈ വേറെ ഓപ്പോസിറ്റ് ഒരാളുണ്ട് ഇതിന്, അയാളുമായിട്ടുണ്ടായ എന്തോ ഒരു പ്രശ്നത്തിൻ്റെ വാർത്ത. അപ്പം ഇടയ്ക്ക് അത് കരയുന്നുണ്ടെന്ന് തോന്നുന്നു, സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നിനും ബോളും എല്ലാം കൊണ്ടതിൻ്റെ പ്രശ്നമാണോന്നും അറിയത്തില്ല. അപ്പോൾ ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ചിലർ കൊച്ചു പിള്ളേരൊക്കെ ചീത്ത പറയുന്നുണ്ട്. അപ്പം ഒരെണ്ണം ഞാനിങ്ങനെ കേട്ട് ചീത്ത പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഡോ എന്ത് പാടോ പറയുന്നേ? ഇതൊന്നും ഇവിടെ പറ്റത്തില്ല കേട്ടോ, ഇങ്ങനെ അതൊക്കെ ശരിയാണോ ചോദിച്ചപ്പോൾ മനസ്സിലായി ഞങ്ങളൊക്കെ ഇവിടെ നിന്നവരൊക്കെ കേട്ടു എന്ന്. അപ്പോൾ എൻ്റെ കൂടെ വേറൊരു ചേച്ചി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി ഇങ്ങനെ പറയാണ്. അപ്പം ചോദിച്ചു, ആ ചേച്ചി അപ്പം ഞാൻ പറഞ്ഞ ഒരു മോശമായിട്ടുള്ള വാക്കുകളൊക്കെ, പിള്ളേരല്ലേ, അപ്പം പിള്ളേരെ ഏറ്റവും കൂടുതൽ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇവരെവിടെ നിന്ന് കിട്ടുന്നു? വീട്ടിൽ നിന്ന് കിട്ടുന്നു അല്ലേ? എല്ലാ കുട്ടികൾക്കും വീട്ടിൽ നിന്നാണ് മിക്കവാറും കിട്ടുന്നത് അല്ലേ? ഇപ്പം വഴിയിൽ വെച്ച് ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാലും കൂട്ടുകാരനെ ചിലപ്പം കിട്ടിയത് ഇവിടെ നിന്നായിരിക്കും, ഒരു വീട്ടിൽ നിന്നായിരിക്കും അല്ലേ? അങ്ങനെ ഒരു കണക്ഷൻ ഇങ്ങനെ കിടക്കും. എന്തുമായാലും അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് അവരുടെ രീതിയാണ്. പക്ഷേ അപ്പം ഞാനിങ്ങനെ ചേച്ചിയോട് സംസാരിച്ചപ്പം പറയണേ, പണ്ട് കാലത്തൊക്കെ ഈ വഴക്കും ചീത്തവിളിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, മോശം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഇതേപോലെ ചിന്തിക്കുന്ന വേറെ ആളുകളാണ്. ഒരിക്കലും ഒരു ചീത്ത വാക്കുപയോഗിച്ച് ആരെ അടിച്ചമർത്താൻ പാടില്ല. തിരിച്ച് പറയില്ല എന്ന വിശ്വാസത്തിലായിരിക്കും ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഒരു നിമിഷം ഇയാൾ തിരിച്ച് അതുപോലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്ക് വേണമല്ലോ തീർന്നില്ലേ, അങ്ങനെ പറഞ്ഞു എന്നുള്ളതായിരിക്കും. എന്നോട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ തിരിച്ച് പറഞ്ഞതെന്നൊന്നും ആരും ചിന്തിക്കത്തില്ല. അവളോട് പറഞ്ഞു, അവളത് തിരിച്ചു പറഞ്ഞല്ലേ, അവനോട് പറഞ്ഞു, അവനതുകൊണ്ട് ദേഷ്യം വന്ന് തിരിച്ചു പറഞ്ഞു, ഇതൊന്നും ആരും ചിന്തിക്കത്തില്ല അല്ലേ? അതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ പറയുന്നത്, ഇങ്ങനെയുള്ള വാക്കുകളാരും ഉപയോഗിക്കരുത്. കാലം മാറി, കുട്ടികളിതെല്ലാം കേട്ട് പഠിക്കും. അതുകൊണ്ട് ഈ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുന്നു. അപ്പം നിങ്ങൾക്കിത് എങ്ങനെ വാക്കുകൾ പറയുന്ന ശീലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യ ഭർത്താവും കൂടെ ഒരു റൂമിൽ ചെന്ന് ഈ വാക്കുകളെല്ലാം പറഞ്ഞ് അങ്ങ് തീർത്തിട്ട് വെല്ലോട്ടോ. അപ്പോൾ കുട്ടികൾ കേൾക്കെ പറയാതിരിക്കുക. കാരണം അത് അവർക്കൊരു പ്രചോദനമാണ്. നിങ്ങളെ കണ്ടും കേട്ടുമാണ് അവരും വളരുന്നത്. അവരും നാളെ പറയും. ചിലപ്പം 10 പേര് കൂടി നിൽക്കുന്നിടത്തായിരിക്കും കൊച്ചുകുട്ടികളിത് വിളിച്ച് പറയുന്നത്. അവിടെ ആരാണ് മോശക്കാരാകുന്നത്? കുട്ടിക്കൊന്നും അറിയില്ല, കുട്ടിയെ കളിയാക്കുമെന്നോ കുട്ടി മോശമാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമെന്നും കുട്ടികൾക്കറിയില്ല. മോശമാകുന്നത് മുഴുവൻ എന്താണ്? അതിൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും പോലും അച്ഛനും അമ്മയാണ് അവിടെ. അച്ഛനും അമ്മയിലും ആദ്യത്തെ സ്ഥാനം അമ്മയ്ക്കാണ് അല്ലേ? വളർത്തു ദോഷം പറയുന്ന കേട്ടിട്ടില്ലേ? അപ്പം ഇത് ഞാനൊരു കാര്യം പറയുന്നത് അങ്ങനെയാണ്. കുട്ടികൾക്കിടയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ
അവർ നാളെ വീട്ടിലും വന്ന് പറയാൻ ചാൻസുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാ വീട്ടുകാരും ശ്രദ്ധിക്കണം.